കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ നല്ല അടിപൊളി കൊക്കക്കോള ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ നല്ല ചൂടുള്ള പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇത് എത്രയാണ്, 1.25 ലിറ്റർ 1.5 ലിറ്റർ സംതിങ് ആണ്. ഇത് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാവാൻ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാനിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ചൂടാൻ വെക്കാം. എന്തായാലും ഇത് ഒന്ന് ചൂടായി വറ്റി വരാനായിട്ട് കുറച്ച് സമയം കൊടുക്കുക. അത്ര നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കൊക്കക്കോളയുടെ വറ്റൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ടൈം ഒരുപാട് എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് വേറെ എന്തോ ഒരു അലുവ പരുവൊക്കെ എടുക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം നല്ല രീതിക്ക് പതഞ്ഞ് നിൽക്കുന്നുണ്ട്. നമ്മുടെ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് നമ്മളിങ്ങനെ തള്ളി നീക്കുമ്പോൾ കണ്ട പദം മാറുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കൊക്കക്കോളതേ നമ്മൾ ചൂടാക്കി ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. ടാറ് പരുവ ശരിക്കും കണ്ട ടാറെന്നേ തോന്നുള്ളൂ. ടാറ് നിന്ന് തിളയ്ക്കണ പോലെയുണ്ട്. ഇത് ആ ഒരു കുപ്പി മാത്രം കൊക്കക്കോള എടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. സംഭവം നോക്കിയേ, ശരിക്കും നിന്ന് അയ്യോ, ഇതാണ് നമ്മൾ കുടിച്ചോണ്ടിരിക്കുന്ന കൊക്കക്കോളയിലുള്ള സംഭവം. കലക്കി ആ ഒരു കുപ്പിന്നാണ് കേട്ടോ ഇങ്ങനെ കിട്ടിയത്. കുറച്ചുകൂടി ചൂടാക്കി കഴിഞ്ഞാൽ എന്താവും നോക്കാം. ഓ എൻ്റെ പൊന്നു, ഇതേ നമ്മുടെ കൊക്കക്കോള തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വന്നതാട്ടോ. ഇതെന്താ ടാറ് പോലെ ഇരിക്കുന്നുണ്ട്. ടാറാന്ന് തോന്നണം. നമ്മുടെ കൊക്കക്കോള ചൂടാക്കി ഇത് ഈ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിത് ഇവിടെ എടുത്താട്ടി തരാവേ. ഓ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ കൊക്കക്കോളയുടെ. ആ ഒരു കുപ്പി കൊക്കക്കോള എടുത്തിട്ട് കിട്ടിയതാണിത്.